സംസ്ഥാനത്ത് സ്വർണ്ണവില നിരക്കുകൾ പുതുക്കി വീണ്ടും സർവകാല റെക്കോർഡിലെത്തിയിരിക്കുകയാണ്. ഇന്നലെ പവൻ 520 രൂപയുടെ വർധനവാണ് വിലയിൽ ഉണ്ടായതെങ്കിൽ ഇന്ന് മാത്രം 1200 രൂപയുടെ കുതിപ്പാണ് വിപണിയിലുണ്ടായിരിക്കുന്നത്. ഈ മാസം ഇത് മൂന്നാം തവണയാണ് സ്വർണ്ണവിലയിൽ റെക്കോർഡുകൾ രേഖപ്പെടുത്തുന്നത്. പൊന്നിനെന്നും പൊന്നും വിലയാണ്. അത് കേവലം ആഭരണം എന്നതിലുപരി തലമുറകളിലേക്ക് കൈമാറുന്ന സമ്പാദ്യമായി ഇന്ന് ഏവരും കാണുന്നതുകൊണ്ട് തന്നെയാണ്. വാങ്ങുന്ന ഓരോ തരി പൊന്നും എത്ര നാൾ കാത്തുസൂക്ഷിക്കുന്നോ അത്രയും ഇരട്ടിയായി മൂല്യവും കൂടുകയാണ്. സ്വർണത്തോട് മലയാളികൾക്ക് എന്നും പ്രിയം തന്നെയാണ്, അല്ല ഒരു ഭ്രമം തന്നെ. സ്വർണവില ഇങ്ങനെ കത്തിക്കയറുമ്പോൾ അവസരം കളഞ്ഞുകുളിച്ചല്ലോ എന്ന് ആശങ്കപ്പെടുന്ന മലയാളികൾ ഏറെയാണ്. കേരളത്തിൽ സ്വർണം പലപ്പോഴും സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും പദവിയുടെയും പ്രതീകമായി കാണപ്പെടുന്ന ഒന്നുകൂടിയാണ്. വിവിധ സാംസ്കാരിക മതപരമായ ചടങ്ങുകളിൽ, പ്രത്യേകിച്ച് ഒരു കുഞ്ഞ് ജനിച്ച് അതിന്റെ വിവാഹം വരെയുള്ള ചടങ്ങുകളിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് സ്വർണം. കേരളത്തിൽ സ്വർണം സുരക്ഷിത നിക്ഷേപമായിട്ടാണ് പലരും കണക്കാക്കപ്പെടുന്നത്. സ്വർണ്ണാഭരണ പ്രിയരുടെയും വിവാഹം ഉൾപ്പെടെ അനിവാര്യ ആവശ്യങ്ങൾക്കായി വലിയ തോതിൽ ആഭരണങ്ങൾ വാങ്ങാൻ ശ്രമിക്കുന്നവരുടെയും ചങ്കിടിപ്പേറ്റിയാണ് ഇപ്പോൾ സ്വർണ്ണവില കുത്തനെ കൂടിയിരിക്കുന്നത്. സ്വർണ്ണ തീവില എന്താണിത് സംഭവിച്ചിരിക്കുന്നത്? കേരളത്തിൽ ഇത്രയധികം സ്വർണ്ണവില ഒറ്റ ദിവസം കൊണ്ട് കൂടുന്നത് ചരിത്രത്തിലാദ്യം. എന്താണ് പൊന്നിന് സംഭവിച്ചതെന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ നിറയുന്നത്. പവൻ ഇന്ന് ഒറ്റയടിക്ക് കൂടിയത് 1200 രൂപയാണ്. ഇന്ന് ഒരു പവൻ സ്വർണത്തിന് 76,960 രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. 77,000 രൂപയെന്ന മാന്ത്രിക സംഖ്യയിലേക്ക് വെറും 40 രൂപയുടെ അകലം മാത്രമാണുള്ളത്. പതിവ് തെറ്റാതെ അതും അടുത്തു തന്നെ ഉണ്ടാകും. ഗ്രാം വില 150 രൂപ ഉയർന്ന് 9,620 രൂപയായി. കേരളത്തിൽ ഒറ്റ ഗ്രാമിന്റെ വില 9,500 രൂപ പോലും ഭേദിച്ച് ഇതാദ്യമാണ് മുന്നേറുന്നത്. എന്നാൽ ഈ വിലയ്ക്ക് സ്വർണ്ണാഭരണം കിട്ടുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് ഉത്തരം. കാരണം 3% GST, മിനിമം 5% പണിക്കൂലിയും 53 രൂപ ഹോൾമാർക്ക് ഫീസും കൂട്ടിച്ചേർത്താൽ മാത്രമാണ് ആഭരണം വിലയാക്കാൻ പറ്റൂ. അതായത് മിനിമം 10,405 രൂപ കൊടുത്താൽ മാത്രമാണ് ഇന്ന് കേരളത്തിൽ 1 ഗ്രാം സ്വർണ്ണാഭരണം വാങ്ങാൻ സാധിക്കൂ. ഒരു പവൻ ആഭരണത്തിന് 83,245 രൂപ അങ്ങനെ കണക്കാക്കിയാൽ നമ്മൾ കൊടുക്കേണ്ടി വരും. പണിക്കൂലി ആഭരണത്തിന്റെ ഡിസൈൻ അനുസരിച്ച് 3 മുതൽ 35% വരെ ആകാനും സാധ്യതയുണ്ട്. പണിക്കൂലി കൂടുന്നതനുസരിച്ച് സ്വർണത്തിന്റെ വാങ്ങൽ വിലയും കൂടും. ഈ മാസം ഇത് മൂന്നാം തവണയാണ് സ്വർണ്ണവിലയിൽ റെക്കോർഡുകൾ രേഖപ്പെടുത്തുന്നത്. ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യ. അതിനാൽ തന്നെ ഓരോ ഏറ്റക്കുറിച്ചിലുകളും സാധാരണക്കാരെ പോലും വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നുമുണ്ട്. അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ബിസിനസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.